1900 സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുകയാണ്. ഇത് നിങ്ങൾ കേട്ടിരിക്കേണ്ട കാര്യം, കേൾക്കാൻ ഒരു മുസ്ലിം പോലും അവിടെ ഇല്ല. അതായത് അങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുമ്പോൾ അവിടെ ഒരു മുസ്ലിം ഇല്ല. ആ മുസ്ലിങ്ങൾക്ക് എന്നാൽ അവരുടെ പ്രവാചകനെ കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകട്ടെ എന്നോ അല്ലെങ്കിൽ നമുക്കെല്ലാം ഇൻക്ലൂസീവ് ആകാമെന്ന് വെച്ചല്ല പറയുന്നത്. ഫോർ ഗ്രേറ്റ് ടീച്ചേഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ 4 ആചാര്യന്മാർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ലോകത്തിലെ ആൾക്കാരെ, അവിടുത്തെ കൂടുതലും ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, ഒരുപക്ഷെ നാമമാത്രമായ ഹിന്ദുക്കളോട് സ്വാമി വിവേകാനന്ദൻ സംസാരിച്ചുകൊണ്ട് ലോകത്തിന്റെ മഹാന്മാരായ 4 ആചാര്യന്മാരെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പരിചയപ്പെടുത്തുന്നു. സ്വാമി വിവേകാനന്ദൻ പരിചയപ്പെടുത്തുന്നത് ശ്രീകൃഷ്ണൻ, ഗൗതമ ബുദ്ധൻ, ജീസസ് ക്രൈസ്റ്റ്, പ്രോഫറ്റ് മുഹമ്മദ്, അങ്ങനെ 4 പേരെ കുറിച്ചാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നമ്മൾ എല്ലാം കേൾക്കേണ്ടതാണ്. അതായത് ഹിന്ദു വിശ്വാസപ്രകാരം കാലം ചാക്രികമാണെന്നും ഓരോ കാലഘട്ടത്തിലും ദൈവം മഹാന്മാരായ വ്യക്തികളെ അയക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഞാൻ കൃത്യമായ വരികൾ തന്നെ കോട്ട് ചെയ്യാം. Then came the prophet of equality. അതിനുശേഷം ആ മഹാപ്രവാചകൻ വന്നു. സമത്വത്തിന്റെ പ്രവാചകനായിരുന്നു അദ്ദേഹം. പ്രവാചകൻ മുഹമ്മദ് മനുഷ്യ സാഹോദര്യത്തിന്റെ പ്രവാചകനാണ്. മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ പ്രവാചകനാണ്. ലോകത്തിന് സമത്വവും സാഹോദര്യവും പഠിപ്പിക്കാൻ എത്തിയ വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ വിശദീകരണം, വളരെ രസകരമായിട്ടൊരു കൗതുകകരമായൊരു വിശദീകരണം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതും വായിച്ചിരിക്കേണ്ടതാണ്. ഞാൻ എന്റെ ഫുൾ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വായിക്കാൻ. അതായത് അന്ന് അവിടുത്തെ വേദികളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് ഇന്നത്തെ ഇസ്ലാമോഫോബിയ പോലെ അന്നത്തെ ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ചും പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും വിശുദ്ധ ഖുറാനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒക്കെ ഒരുപക്ഷെ മോശം പറയുന്ന, നെഗറ്റീവ് പറയുന്ന, വ്യാജ പ്രചരണം പറയുന്ന ആൾക്കാരുണ്ടാകും. അപ്പം വിവേകാനന്ദൻ അവരോട് ചോദിക്കുകയാണ്, വേദിയിൽ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങളിൽ പലരും മുഹമ്മദനിസത്തിൽ, അല്ലെങ്കിൽ അന്ന് മുഹമ്മദനിസം എന്നാണ് പറഞ്ഞിരുന്നത്, അതിൽ നന്മകളില്ലെന്ന് പറയാറുണ്ട്. അതങ്ങനെയല്ല, നന്മയുള്ളത് കൊണ്ടാണ് അത് ഇത്രയും കാലം നിലനിന്നത്. ലോകത്ത് ഒരുപാട് നന്മയുടെ സൗരഭ്യം പരത്തിയതാണ് അത്. എന്നിട്ട് അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം പറയും. സുൽത്താൻ ഓഫ് ടർക്കി, അന്ന് ടർക്കി സുൽത്താനുള്ള കാലഘട്ടമാണ്. ടർക്കി സുൽത്താൻ ഒരു നീഗ്രോയെ ആഫ്രിക്കയിലെ അടിമച്ചന്തയിൽ നിന്ന് മേടിക്കുകയാണ്. എന്നിട്ട് ചങ്ങലയിലിട്ട് തുർക്കിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അയാൾ മുഹമ്മദിന്റെ പാതയിലേക്ക് എത്തിയാൽ, വിശ്വാസത്തിന്റെ പാതയിലേക്ക് എത്തിയാൽ, അയാൾക്ക് കഴിവും എബിലിറ്റിയും ഉണ്ടെങ്കിൽ ഹി മൈറ്റ് ഈവൻ മാരി ദ ഡോട്ടർ ഓഫ് സുൽത്താൻ, സുൽത്താന്റെ മകളെ കല്യാണം കഴിക്കാൻ വരെ അയാൾ യോഗ്യനാകും. എന്നിട്ട് അടുത്തത്, അത് ഏറ്റവും രസകരമായ വാക്കിതാണ്, അടുത്തത് അദ്ദേഹം അവിടുത്തെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വിമർശിച്ചുകൊണ്ട് പറയുകയാണ്, കമ്പയർ ദിസ് വിത്ത് ദ വേ ഇൻ വിച്ച് നീഗ്രോസ് ആൻഡ് അമേരിക്കൻ ഇന്ത്യൻസ് ആർ ട്രീറ്റഡ് ഇൻ ദിസ് കൺട്രി. അമേരിക്കയിൽ പോയി അമേരിക്കക്കാരോട് പറയുകയാണ്, നിങ്ങളെ വെച്ച് താരതമ്യം ചെയ്ത് നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ കറുത്ത വർഗ്ഗക്കാരെയും അവിടുത്തെ പ്രാചീന അമേരിക്കൻ ഇന്ത്യൻസിനെയും എന്ത് മോശമായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഹിന്ദുക്കളോട് സ്വയം വിമർശനാത്മകമായി പറയുകയാണ്, അങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത്, ആരെങ്കിലും നമ്മുടെ ആഹാരത്തിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ ആ ആഹാരം വലിച്ചെറിഞ്ഞ് ഇല്ലാത്ത ശുദ്ധവും അശുദ്ധിയും ഒക്കെ പറയുന്നതാണ് നമ്മൾ. നമുക്ക് ഒരുപാട് വലിയ ഫിലോസഫി ഉണ്ട്, എന്നാൽ അതിന്റെ പ്രാക്ടീസ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ തലത്തിൽ നമുക്ക് ഒരുപാട് പരാജയങ്ങളുണ്ട്. അടുത്ത വരിയാണ്, ബട്ട് there you see the greatness of Muhammadan beyond the races. മുഹമ്മദൻ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ, മുസ്ലിം മതത്തിന്റെ, മുസ്ലിങ്ങളുടെ വംശങ്ങൾക്ക് അതീതമായുള്ള മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയും. ഷോയിങ് ഇറ്റ്സെൽഫ് ഇൻ ഇക്വാലിറ്റി, പെർഫെക്റ്റ് ഇക്വാലിറ്റി റിഗാർഡ്ലെസ് ഓഫ് റേസ് ഓർ കളർ. അവരുടെ ഇടയിലുള്ള സമത്വവും സാഹോദര്യവും ആ രീതിയിൽ പാലിക്കാൻ പ്രവാചകൻ മുഹമ്മദിനെ പിന്തുടരുന്നവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയായ സ്വാമി വിവേകാനന്ദനാണ്. അതിലെ ഏറ്റവും കൗതുകം, അത് കേൾക്കാൻ ഒരു മുസ്ലിം പോലും ഇല്ല. പക്ഷേ ആ വേദിയിൽ ആരെങ്കിലും അങ്ങനെ ഇസ്ലാമോഫോബിയ പറയുന്നതോ തെറ്റ് പറയുന്നതോ വിവേകാനന്ദൻ തിരുത്തി കൊടുക്കുകയാണ്. വേറൊരു അവസരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് വിശ്വാസത്തിന്റെ ഭാഗമായി ആത്മീയ അനുഭവങ്ങളെ കുറിച്ചൊരു ചർച്ച നടക്കുകയാണ്. അപ്പൊ അന്നത്തെ ഏതോ ഇസ്ലാമിനെ കുറിച്ച് വ്യാജം പ്രചരിപ്പിക്കുന്ന ആൾ എണീച്ചു നിന്ന് പറയുന്നു, ഇസ്ലാം സ്ത്രീകളോട് ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്, സ്ത്രീകളെ ഭയങ്കര വിവേചനമാണ്, സ്ത്രീകൾക്ക് ആത്മാവില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിവേകാനന്ദൻ തൻ്റെ കയ്യിലുള്ള വിഷയം മാറ്റിവെച്ചിട്ട് അവിടെ പറയുകയാണ്, അങ്ങനെയല്ല, നിങ്ങൾ കള്ളമാണ് പറയുന്നത്. ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് കുറ്റം പറയുന്നത് ഒരു മനുഷ്യ പ്രകൃതമാണ്. നിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിനോട് ഇഷ്ടമില്ലെങ്കിൽ കള്ളം പറയുന്നത് നിങ്ങളുടെ ഒരു പ്രകൃതമാണ്. എനിക്ക് കുറച്ചൊക്കെ ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ മുസ്ലിം സ്ത്രീകളെ നന്നായി ട്രീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, മോശമായി ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആത്മാവുണ്ടെന്നും നന്നായി ട്രീറ്റ് ചെയ്യണമെന്നുമാണ്
പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? നമ്മുടെ എല്ലാ ആത്മീയ നേതാക്കളും പ്രവാചകന്മാരും ഈ മതസൗഹാർദ്ദം, ആത്മീയത, ബഹുസ്വരത തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ആധുനിക കാലത്ത് പലപ്പോഴും വർഗീയതയും വിദ്വേഷവും വരുന്നത് കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിരോധവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിദ്വേഷവുമാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി 2, നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ എങ്ങനെ മനോഹരമായ ഒരു കാര്യം. ഞാനും നാസർ ഫൈസി കൊടുത്തായി സാറും കൂടെ ഇരുന്ന ചർച്ചയിൽ ഒരു ബഹുമാന്യനായ പള്ളിയിലച്ഛൻ അടക്കം ഉണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസവും, ഞാൻ ഉറച്ച ഒരു ഹിന്ദുമത വിശ്വാസിയാണ്, നിങ്ങൾ ഉറച്ച ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഇതേപോലെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഉറച്ച ക്രിസ്ത്യൻ സമൂഹത്തിലെ വിശ്വാസിയാണ്. ഇതര സഹോദര സമുദായങ്ങളോട് എന്തായിരിക്കണം നമ്മുടെ നിലപാട്? അവരുടെ കാര്യങ്ങളിലോ അവരുടെ ആഘോഷങ്ങളിലോ പങ്കെടുക്കാമോ തുടങ്ങിയ കാര്യങ്ങളും 100% നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ, നമ്മുടെ ആചാര അനുഷ്ഠാന ആദർശങ്ങളിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് പരസ്പരം ഒരുമിക്കാൻ പറ്റും. അത് ആലങ്കാരികമായി മതസൗഹാർദ്ദ ഫോട്ടോഷൂട്ട് അല്ല, ആത്മാർത്ഥമായി ആഴത്തിൽ ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് വ്യത്യസ്തതയെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ പറ്റും.